ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ ഉഴുന്നോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ തന്നെ പച്ചരി വെച്ചിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ലഞ്ചായിട്ട് കൊടുത്തു വിടാവുന്നതാണ്. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ പച്ചരി അല്ലെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി റൈസ് ആണെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം 2-3 വെള്ളം തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഒരു 3 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പച്ചരിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് മുൻപായിട്ട് ഞാനിതിനകത്തിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് നമുക്കൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്കതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതേ രീതിയിൽ ഒരു 4 കഷ്ണമായിട്ട് മുറിച്ചാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ടത് വെന്ത് കിട്ടും. ഇപ്പോൾ അതാണ് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തിട്ട് സാധാരണ വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കണം. അതിന് ശേഷം ഇതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അരി ഉള്ളത് കൊണ്ട് തന്നെ ഒറ്റ പ്രാവശ്യമായിട്ട് നമ്മളിത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ദാണ്ട് ഇതേപോലെ ഞാൻ ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉരുളക്കിഴങ്ങൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ 1.5 കപ്പ് അരിക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് മാത്രം മതിയാവും കേട്ടോ. ഇനി വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 1 മാത്രം മതി. നമ്മൾ ഇതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുക്കുക. ഞാനിത് അരി കുതിർത്ത് വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് പിന്നീട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ഞാനിവിടുത്തെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോകരുത്, അതുപോലെ ഒരുപാട് തിക്കായും പോകരുത്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇതാ കണ്ടില്ലേ, ഉരുളക്കിഴങ്ങൊന്നും കട്ട പിടിച്ച് എങ്ങും കിടപ്പില്ല. എല്ലാം നന്നായിട്ട് അരഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് കിട്ടിയേക്കുന്നത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചേർക്കാനായിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറുതായിട്ട് പൊടിപ്പൊടിയായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. നമുക്കിഷ്ടമുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചേർക്കുന്നത് തക്കാളിയാണ്. ആ തക്കാളിയുടെ ആ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ പുറം ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. നമ്മൾ അരി അരയ്ക്കുമ്പോൾ തേങ്ങ അരയ്ക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാവൂ. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് 1 ടേബിൾ സ്പൂണൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ. ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നമ്മൾ ഇത്രയും പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ടും തേങ്ങയും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്ത് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ദാണ്ട നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഒട്ടും ലൂസായി പോകരുത്, അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ. ആ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിനകത്ത് ബീൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ ചേർക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ്. കൂടെ തന്നെ കുറച്ച് വറ്റൽ മുളക് ചെറുതായിട്ട് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇത് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ അല്ലെങ്കിൽ ഈ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. 1/4 ടീസ്പൂണിലും താഴെയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ബേക്കിംഗ് സോഡ ഇല്ലാതെയും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ പലഹാരം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇത് ഒഴിവാക്കിയിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നിർബന്ധമില്ലാത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. എങ്ങും കട്ട പിടിച്ചിരിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഒരു അപ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഒരു കുഴിയുള്ള പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇരുമ്പ് ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള അപ്പച്ചട്ടിയോ വല്ലതും എടുത്താൽ മതി. ഇനി ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദോശക്കല്ലിൽ ഒഴിച്ചത് ചെയ്തെടുക്കാവൂ കേട്ടോ. അപ്പച്ചട്ടി ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1.5 തവി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം. ഇതുപോലെ കുഴിയുള്ള പാത്രത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ നടുവശമൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ്ട് നമ്മുടെ മാവൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അടച്ചു വെച്ചൊരു 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ. ഇത് കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇതൊന്ന് വെയിറ്റ് ചെയ്യണത് വെന്ത് വരാനായിട്ട്. ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് വെക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇത് നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോഴും ഇതേ രീതിയിലൊക്കെ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും താല്പര്യമായിരിക്കും. അപ്പോൾ അതാണ്ട് കുറച്ച് പച്ചക്കറികൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത ശേഷം 1 മിനിറ്റ് കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. കുറച്ച് നേരം കൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്നും നമ്മൾ ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേ രീതിയിലൊക്കെ ഇത് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ പച്ചക്കറികളൊന്നും ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കാമെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ അടുത്തതും ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിന് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. കറികളൊന്നും കൂടാതെ തന്നെ ഇത് കുട്ടികൾ കഴിച്ചോളും. ഇനി കറി നിർബന്ധമാണെന്നുള്ളവർക്ക് നമ്മൾ സാധാരണ അപ്പവും ദോശയൊക്കെ കഴിക്കുന്ന അതേ കറി കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതാ കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോഴേ ഇതിൻ്റെ ആ നടുഭാഗമൊക്കെ നല്ലതുപോലെ ആരി വെച്ച് നല്ലതുപോലെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.